അവസരത്തിനൊത്ത് മറുകണ്ഠം ചാടി കളിക്കുന്നവരെയും നിറം മാറുന്നവരെയും ഒക്കെ എങ്ങനെയാണ് വിശ്വസിക്കുക, അല്ലെ? അതെ, കൊട്ടാരക്കര കേരള രാഷ്ട്രീയത്തിന്റെ ഹൃദയമിടിപ്പ് പലപ്പോഴും നിർണയിച്ചിട്ടുള്ള മണ്ണ്. ആർ ബാലകൃഷ്ണപിള്ളയും കെ എൻ ബാലഗോപാലും ഒക്കെ ചരിത്രം കുറിച്ച് ഈ മണ്ണിൽ ഇപ്പോൾ നടക്കുന്നത് വെറുമൊരു രാഷ്ട്രീയ പോരാട്ടമല്ല, ഇതൊരു രാഷ്ട്രീയ ഭൂകമ്പമാണ്. ഇന്നലെ വരെ ചുവപ്പും കൊടി ഏന്തി ഇൻഗുലാബ് വിളിച്ചവർ ഇന്ന് ത്രിവർണ പതാകയ്ക്ക് കീഴിൽ അഭയം തേടുന്നു. കോൺഗ്രസിന്റെ പോരാട്ട വീര്യമായിരുന്നവർ അക്കരെ പച്ചപ്പ് കണ്ട് മറുകണ്ഠം ചാടുന്നു. ആയിഷ പൂറ്റിയും രശ്മിയാർ കൊട്ടാരക്കരയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ തീർക്കുന്ന ഈ അനിശ്ചിതത്വം ആർക്ക് വേണ്ടിയാണ്? സീറ്റിന് വേണ്ടിയുള്ള ഈ കൂടുവിട്ട് കൂടുമാറ്റം കണ്ട് കൊട്ടാരക്കരയിലെ സാധാരണ വോട്ടർ ചിരിക്കുകയാണോ അതോ ലജ്ജിക്കുകയാണോ? പക്ഷെ ഈ പുകമറകൾക്കും ചക്കളത്തി പോരാട്ടങ്ങൾക്കുമിടയിൽ ഒരാൾ മാത്രം അജഞ്ചലായി നിൽക്കുന്നു. സൗമ്യമായ ചിരിയുമായി വികസനത്തിന്റെ പുതിയ പാഠപുസ്തകങ്ങൾ കൊട്ടാരക്കരയിൽ എഴുതി ചേർക്കുന്ന കെ എൻ ബാലഗോപാൽ. കൂടുമാറി എത്തുന്നവർക്ക് ബാലഗോപാലിന്റെ രാഷ്ട്രീയ കരുത്തിനെ തൊടാൻ പോയിട്ട് അദ്ദേഹത്തിന്റെ ഒരു രോമത്തിൽ പോലും സ്പർശിക്കാൻ കഴിയുമോ? രശ്മിയും ഐഷ പോറ്റിയും തമ്മിലുള്ള ഈ പാരവെപ്പുകൾ ആരെയാണ് സഹായിക്കാൻ പോകുന്നത്? കേരളം മുഴുവനും ഉറ്റുനോക്കുന്ന ഈ VIP മണ്ഡലത്തിൽ ഇനി എന്താണ് സംഭവിക്കുക? പരിശോധിക്കും. കൊട്ടാരക്കരെ ഒരു ദശകത്തിന് മേലെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് ഐഷ പോറ്റി. 2006 ആർ ബാലകൃഷ്ണപിള്ള എന്ന അതികായനെ അട്ടിമറിച്ചുകൊണ്ട് കൊട്ടാരക്കരയെ ചുവപ്പിച്ച വിപ്ലവ നായിക. എന്നാൽ ഇന്ന് അതേ ഐഷ പോറ്റി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുമെന്ന് ഉറപ്പാകുമ്പോൾ രാഷ്ട്രീയ കേരളം മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ്. എന്തുകൊണ്ടാണ് ഐഷ പോറ്റി പാർട്ടി വിട്ടത്? CPM-ലെ വിഭാഗീയതയാണോ അതോ അർഹിക്കുന്ന പരിഗണന ലഭിക്കാത്തതാണോ? കാരണങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും 3 പതിറ്റാണ്ടോളം ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം മറുകണ്ഠം ചാടുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, ആദർശമൊക്കെ എവിടെ പോയി എന്ന്. CPM-ന്റെ കെട്ടുറപ്പുള്ള വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ ആയിഷയ്ക്ക് കഴിയുമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു. എന്നാൽ ഐഷ പോറ്റിയെ കോൺഗ്രസുകാർ എങ്ങനെ സ്വീകരിക്കും? അവിടെയാണ് രശ്മിയുടെ എൻട്രി വരുന്നത്. മഹിളാ കോൺഗ്രസിന്റെ കരുത്തുറ്റ മുഖമായിരുന്നു രശ്മി. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കെ എൻ ബാലഗോപാലിനെതിരെ നേരിട്ട് പൊരുതിയ ആൾ. തോറ്റെങ്കിലും മികച്ച രീതിയിൽ വോട്ട് പിടിക്കാനൊക്കെ രശ്മിക്ക് അന്ന് സാധിച്ചിരുന്നു. എന്നാൽ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വരുന്നു എന്ന വാർത്ത വന്നതോടെ രശ്മി വിറളി പിടിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ രശ്മി തന്റെ അമർഷം പരസ്യമാക്കി. കൊടിക്കുന്നിൽ സുരേഷ് MP-യും പ്രതിപക്ഷ നേതാവ് VD സതീശനും നേരിട്ട് സംസാരിച്ചിട്ടും രശ്മി വഴങ്ങിയില്ല. സീറ്റാണല്ലോ വിഷയം. ഇവിടെയാണ് രശ്മിയുടെ ആവശ്യങ്ങൾ പുറത്തു വരുന്നത്. വെറും ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നതിലെല്ലാം ഉപരി ലാഭനഷ്ടങ്ങളുടെ കണക്ക് പുസ്തകം രശ്മി പാർട്ടിക്ക് മുന്നിൽ വെച്ചു. രശ്മി മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ നോക്കാം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലുണ്ടായ സാമ്പത്തിക ബാധ്യതകൾ പാർട്ടി ഏറ്റെടുക്കണം. UDF അധികാരത്തിൽ വന്നാൽ ഉന്നതമായ ബോർഡ് കോർപ്പറേഷൻ പദവി നൽകണം. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാതെ വന്നതോടെ രശ്മി തന്റെ കൂട് മാറാൻ അങ്ങ് തീരുമാനിക്കുന്നു. ആദർശത്തിന്റെ പേരിൽ എന്ന് അവകാശപ്പെടുമ്പോഴും വെറും പദവി മോഹമാണ് ഈ മാറ്റത്തിന് പിന്നിലെന്ന് കൊട്ടാരക്കരയിലെ കുട്ടി രാഷ്ട്രീയക്കാർ പോലും അടക്കം പറയുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ശാപം ഈ അവസരവാദമാണ്. സീറ്റ് ലഭിക്കില്ലെന്ന് അങ്ങോട്ട് ഉറപ്പാകുമ്പോൾ മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുന്നവർ വോട്ടർമാരെ വിഡ്ഢികളാക്കുകയാണ് ചെയ്യുന്നത്. രശ്മി ഒന്ന് നോക്കൂ. ഇന്നലെ വരെ നഖശിഖാന്തം എതിർത്ത പ്രസ്ഥാനത്തിൽ ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ നിലപാട് മാറുന്നു. അതുപോലെ ഐഷ പോറ്റി ഇത്രയും കാലം താൻ എതിർത്ത നയങ്ങൾക്കായി ഇന്ന് കോൺഗ്രസ് വേദിയിൽ പ്രസംഗിക്കുമ്പോൾ ജനങ്ങൾ അത് വിശ്വസിക്കും എന്നാണോ തോന്നുന്നത്? 2 വള്ളത്തിൽ കാലിട്ട് നിൽക്കുന്ന ഇത്തരം നേതാക്കളെ ജനങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുക എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഒന്ന് അടുപ്പിക്കാൻ പോലും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. വിശ്വാസ്യതയാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മൂലധനം. അത് ഈ 2 നേതാക്കളും കൊട്ടാരക്കരയിൽ പണയം വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് മറുവശത്തേക്ക് നോക്കാം. അവിടെ നിൽക്കുന്നത് കെ എൻ ബാലഗോപാൽ എന്ന കരുത്തനായ നേതാവാണ്. അദ്ദേഹം കൊട്ടാരക്കരക്കാർക്ക് ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ്. എന്തുകൊണ്ടാണ് ബാലഗോപാലിനെ തൊടാൻ ആർക്കും കഴിയില്ലെന്ന് പറയുന്നത്? അദ്ദേഹം കൊട്ടാരക്കരയിൽ നടപ്പിലാക്കിയ വികസന വിപ്ലവം തന്നെയാണ് അതിനുദാഹരണം. റോഡുകളുടെ വികസനം മുതൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ വൻ മാറ്റങ്ങൾ വരെ ബാലഗോപാലിന്റെ കയ്യൊപ്പ് പതിഞ്ഞവയാണ്. ബാലഗോപാലിന്റെ വികസന റെക്കോർഡ് നോക്കുമ്പോൾ റോഡുകൾ കൊട്ടാരക്കര മണ്ഡലത്തിലെ ഉൾനാടൻ റോഡുകൾ പോലും BM and BC നിലവാരത്തിലേക്ക് ഉയർത്തി. കൃഷി, കർഷകർക്കായി ആധുനിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ അദ്ദേഹം മുൻകൈയെടുത്തു. വിദ്യാഭ്യാസം, സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തി ഹൈടെക് ക്ലാസ് റൂമുകളാണ് ഉറപ്പാക്കിയത്. ഇതൊന്നും ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല, വർഷങ്ങളായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് നേടിയെടുത്ത വിശ്വാസമാണ്. രശ്മിയോ ഐഷ പോറ്റിയോ മറുകണ്ഠം ചാടി വന്നാൽ തകരുന്നതല്ല ബാലഗോപാൽ കെട്ടിപ്പടുത്ത ഈ സ്നേഹ സാമ്രാജ്യം. ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം.
2016 ഐഷ പോറ്റി CPM വേണ്ടി മത്സരിച്ചപ്പോൾ 42,632 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. അന്ന് കോൺഗ്രസിന്റെ സവിൻ സത്യനായിരുന്നു എതിരാളി. എന്നാൽ 2021 വന്നപ്പോൾ ബാലഗോപാൽ വന്നപ്പോൾ സ്ഥിതി മാറി. അദ്ദേഹം തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മണ്ഡലം നിലനിർത്തി. അന്ന് രശ്മി ആർ നായർ ശക്തമായ മത്സരമൊക്കെ കാഴ്ചവെച്ചിട്ടും 10,814 വോട്ടുകൾക്ക് ബാലഗോപാൽ വിജയിച്ചു. ഇന്ന് ഐഷ പോറ്റി കോൺഗ്രസ് ടിക്കറ്റിൽ വരുമ്പോൾ ആ 42,000 വോട്ടുകളുടെ ഭൂരിപക്ഷം അവർക്ക് കിട്ടില്ല. കാരണം ആ വോട്ടുകൾ ഐഷയ്ക്കുള്ളതല്ലായിരുന്നു, അത് CPM സംഘടനാ കരുത്തിന് കിട്ടിയ വോട്ടുകളായിരുന്നു. അതേസമയം രശ്മി CPM പോകുമ്പോൾ കോൺഗ്രസിന് നഷ്ടപ്പെടുന്നത് അവരുടെ ഒരു സജീവ പ്രവർത്തകയാണ്. പക്ഷെ അത് ബാലഗോപാലിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനേ സഹായിക്കൂ, അത് വേറെ കാര്യം. ഇന്ന് ഇന്ത്യ ഒട്ടാകെ രാഷ്ട്രീയ പാർട്ടികൾ മാറുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട്. കേന്ദ്രത്തിൽ BJP കോൺഗ്രസ്സുകാർ ഒഴുകുന്നതും പലയിടത്തും പ്രാദേശിക നേതാക്കളൊക്കെ തങ്ങളുടെ താല്പര്യങ്ങൾക്കായി പാർട്ടി മാറുന്നതെല്ലാം നമ്മൾ കാണുന്നു. അതെല്ലാം നമുക്ക് പുതുമയുള്ള ഒരു കാര്യമല്ല. കേരളത്തിലും ഈ ഒരു രാഷ്ട്രീയം പച്ചപിടിക്കുകയാണോ? കൊട്ടാരക്കരയിലെ ഈ സാഹചര്യം ഒരു അപായ സൂചനയാണ്. രാഷ്ട്രീയ ധാർമ്മികതയേക്കാൾ സ്ഥാനമാനങ്ങൾക്ക് വില കൽപ്പിക്കുന്ന നേതാക്കൾ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. പക്ഷെ അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നതാണ് നമുക്ക് ഇവിടെ കൊട്ടാരക്കരയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യം ഇത്തരം വഞ്ചനകളെ അതിജീവിക്കണമെങ്കിൽ ബാലഗോപാലിനെ പോലെയുള്ള സ്ഥിരതയുള്ള നേതാക്കളാണ് ജനങ്ങൾക്കൊപ്പം ഉണ്ടാകേണ്ടത്. കൊട്ടാരക്കരയിലെ വോട്ടർമാർ പ്രബുദ്ധരാണ്. അവർക്കറിയാം ആരാണ് തങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എന്ന്. പ്രളയകാലത്തായാലും കോവിഡ് കാലത്തായാലും കൊട്ടാരക്കരയിലെ ഓരോ വീട്ടിലും ബാലഗോപാലിന്റെ സാന്നിധ്യം തീർച്ചയായും ഉണ്ടായിരുന്നു. അല്ലാതെ ഇതുപോലെ സീറ്റിന് വേണ്ടി കൂറുമാറുന്ന ആൾക്കാരല്ല. സീറ്റിന് വേണ്ടി പാർട്ടി മാറുന്നവർക്ക് ഒരു തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും പാർട്ടി മാറാൻ മടി ഉണ്ടാവില്ല. എന്നാൽ ബാലഗോപാൽ അങ്ങനെയല്ല. അദ്ദേഹം ഈ മണ്ണിൽ വേരുറച്ചവനാണ്. കൊട്ടാരക്കരയുടെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ രശ്മിയുടെ പോക്കോ ഐഷയുടെ വരവോ ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് കൊട്ടാരക്കരയിലെ കൂടുമാറ്റങ്ങൾ വെറുമൊരു മരീചിക മാത്രമാണ്. ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ അത് ആ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. രശ്മിയുടെ പലായനം കോൺഗ്രസിന്റെ അടിത്തറ എന്തായാലും ഇളക്കും. പക്ഷെ ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കൊന്നും തകർക്കാൻ കഴിയാത്ത ഒന്നാണ് KN ബാലഗോപാൽ എന്ന ജനകീയ നേതാവ്. കൊട്ടാരക്കരയുടെ വികസന നായകൻ അവിടെ തന്നെ ഉണ്ടാകും. സീറ്റിന് വേണ്ടി വള്ളം മാറുന്നവരെയല്ല, മറിച്ച് തങ്ങൾക്കൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുന്ന വിശ്വസ്തനെയാണ് കൊട്ടാരക്കരക്കാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത്. ഇത്തവണയും കൊട്ടാരക്കരക്കാർ അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കുള്ളൂ. കൊട്ടാരക്കരയുടെ മണ്ണിൽ ചുവപ്പും ത്രിവർണവും തമ്മിലല്ല പോരാട്ടം നിൽക്കുന്നത്. അത് വിശ്വാസ്യതയും അവസരവാദവും തമ്മിലുള്ള പോരാട്ടമാണ്. ഇതിൽ ആര് ജയിക്കുമെന്ന് ജനങ്ങൾ എന്തായാലും തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് ഓരോ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാനും പഠിച്ചെടുക്കാനും സാധിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൊട്ടാരക്കരയിലെ ഈ രാഷ്ട്രീയ നീക്കങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഐഷ പോറ്റിയോ രശ്മിയോ അതോ ബാലഗോപാൽ തന്നെയോ? തീർച്ചയായും നിങ്ങളുടെ പ്രതികരണങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.